ഹലോ, എജുവേഴ്സ് PSCയിലേക്ക് സ്വാഗതം. ജൂൺ 19 വായനാ ദിനം. മനുഷ്യന് മാനസികാരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നഷ്ടപ്പെടുമ്പോഴാണ് നാം പലവിധത്തിലുള്ള രാസലഹരികളിലേക്കും ക്രിമിനൽ കുറ്റകൃത്യങ്ങളിലേക്കും ചെന്നെത്തുന്നത്. എന്നാൽ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച് മാനസികോല്ലാസവും അതുവഴി മാനസികാരോഗ്യവും മെച്ചപ്പെടുത്തുന്ന ഒരു ഉത്തമ മരുന്നാണ് വായന. ചിലർക്ക് വായന തന്നെ ലഹരിയാണ്. നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ വായനയെക്കുറിച്ചുള്ള വാക്കുകൾ ഇപ്രകാരമാണ്: ലോകത്തിൻ്റെ വെളിച്ചമാണ് പുസ്തകങ്ങൾ, വായന കൊണ്ട് അതിനെ ജ്വലിപ്പിക്കുക. അതുപോലെ കുഞ്ഞുനാളിലെ നമ്മുടെ പ്രിയ കവി കുഞ്ഞുണ്ണി മാഷിൻ്റെ വരികൾ വളരെ പ്രസിദ്ധമാണ്. അതിങ്ങനെയാണ്: വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. അങ്ങനെ ഒട്ടനവധി മഹാരഥന്മാർ വായനയെ പ്രകീർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനി ജൂൺ 19 എങ്ങനെയാണ് വായനാ ദിനമായത്? അതറിയണമെങ്കിൽ PN പണിക്കർ എന്ന വ്യക്തിയെക്കുറിച്ച് അറിയണം. 1999 മാർച്ച് 1 ആലപ്പുഴ ജില്ലയിൽ ഗോവിന്ദപിള്ളയുടെയും ജാനകിയമ്മയുടെയും മകനായി ജനിച്ച അദ്ദേഹം വായനാ ലോകത്തേക്കുള്ള വാതിൽ മലയാളികൾക്കായി തുറന്നിട്ടു. അധ്യാപകനായിരുന്ന അദ്ദേഹം 1926 ജന്മനാട്ടിൽ സനാതനധർമ്മം എന്ന വായനശാല സ്ഥാപിച്ചു. വായിച്ചു വളരുക എന്ന സന്ദേശവുമായി കേരളം മുഴുവൻ അദ്ദേഹം സഞ്ചരിച്ചു. 1995 ജൂൺ 19 അദ്ദേഹം അന്തരിച്ചു. 1996 മുതൽ കേരളത്തിൽ ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നു. ജൂൺ 19 മുതൽ ജൂൺ 25 വരെയുള്ള ഒരാഴ്ച കേരളത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് വായനാ വാരമായി ആചരിക്കുന്നു. 2004 PN പണിക്കരുടെ സ്മരണാർത്ഥം സ്റ്റാമ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. 2014 അദ്ദേഹം ജോലി ചെയ്തിരുന്ന അമ്പലപ്പുഴ ഗവൺമെൻറ് LP സ്കൂൾ PN പണിക്കർ സ്മാരക ഗവൺമെൻറ് LP സ്കൂൾ ആയി വിദ്യാഭ്യാസ വകുപ്പ് പുനർനാമകരണം ചെയ്തു. 2017 മുതൽ ജൂൺ 19 ഇന്ത്യയിൽ ദേശീയ വായനാ ദിനമാണ്. ജെൻസി, ജെൻ ആൽഫ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നമ്മുടെ പുത്തൻ തലമുറ വായനയിൽ നിന്നും അകലുകയാണ്. മാതാപിതാക്കളും അധ്യാപകരും അവരെ വായനയുടെ ലോകത്തേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കണം. കുട്ടികൾ പൊതുവെ മുതിർന്നവരെ അനുകരിക്കുന്നവരാണ്. അതുകൊണ്ട് വായനയെന്ന ശീലവും അവർ നമ്മളെ അനുകരിക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം. ഒരു വ്യക്തിയുടെ മൊത്തത്തിലുള്ള വളർച്ചയ്ക്കും വികാസത്തിനും വായന വഹിക്കുന്ന പങ്ക് അനിർവചനീയമാണ്. ചിന്തയുടെ ചിറകിലേറി അറിവിൻ്റെ അത്ഭുത ലോകത്തിലേക്ക് യാത്ര ചെയ്യാൻ വായന കുട്ടികളെ പ്രാപ്തരാക്കും. ChatGPTയുടെ കാലത്ത് എങ്ങനെ വായിക്കണം, എന്ത് വായിക്കണം എന്നത് മറ്റൊരു ചോദ്യമാണ്. ഒരു വ്യക്തിയുടെ സാഹചര്യമനുസരിച്ച് ആ വ്യക്തിക്ക് അറിവും വിനോദവും മാനസികോല്ലാസവും പ്രദാനം ചെയ്യുന്നതെന്തും ഈ വായനയുടെ ലോകത്ത് നിന്നായാലും അല്ല പ്രിന്റ് ചെയ്ത പുസ്തകങ്ങളിൽ നിന്നായാലും വായിക്കാം എന്നതാണ് ഞാൻ കരുതുന്നത്. വായനയാണ് പ്രധാനം. ഭക്ഷണം കഴിക്കുന്നത് പോലെ, വ്യായാമം ചെയ്യുന്നത് പോലെ ദിവസവും വായിക്കാനുള്ള നേരവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഏറ്റവും നല്ല ഒരു പുസ്തകം 100 നല്ല സുഹൃത്തുക്കൾക്ക് തുല്യമാണ്. ഒരു നല്ല സുഹൃത്ത് ഒരു ലൈബ്രറിക്ക് തുല്യവും. നമ്മുടെ മുൻ പ്രസിഡന്റായ ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ വാക്കുകളോടെ നിർത്തുന്നു. എല്ലാവർക്കും വായനാ ദിനാശംസകൾ. നന്ദി.